അതിദിനമായ കുംഭമേളയിൽ പ്രസാദത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നവരും ആണ് ഈ കാണുന്ന ഭക്തജനങ്ങളെല്ലാം. ഒരു തുള്ളി പ്രസാദം കിട്ടുന്നതിന് വേണ്ടി നീണ്ട മണിക്കൂറുകളോളം ക്യൂ നിൽക്കണം. ഇതേപോലെ ഓരോ വ്യക്തികളിൽ നിന്ന് ലൈനിൽ നിന്നാൽ നമുക്ക് പ്രസാദം കിട്ടുകയുള്ളൂ. അങ്ങനെ ആ പ്രസാദം വാങ്ങുന്നതിന് വേണ്ടിയാണ് നീണ്ട ക്യൂ ആണ്. അന്നദാനത്തിൻ്റെ ക്യൂ അല്ല ഇത്, പ്രസാദം സ്വീകരിക്കാനുള്ള ക്യൂ മാത്രമാണ്. കുറേ കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് പാലം കടക്കാനൊരു ക്യൂ ആണ്, പിന്നെ പ്രസാദം വാങ്ങാനൊരു ക്യൂ ആണ്, തിരിച്ചു പോകാനും ഇതേപോലെ ക്യൂ നിൽക്കണം. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് അതിൻ്റെ സഹോദരങ്ങൾ ഇവിടെ ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്നത്. നല്ല ത്യാഗമുണ്ട്. നമ്മൾ ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും എന്താണെങ്കിലും ഇവിടേക്ക് കുറച്ച് നടക്കാനുണ്ട്. എന്തായാലും പാലം കിടക്കണമെങ്കിൽ ഇതുപോലെ നീണ്ടൊക്കെ അവിടെയുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണമുണ്ട്. പിന്നെ ഈ സ്വാമിമാർക്ക് നമുക്ക് ദക്ഷിണ കൊടുക്കാം. അവരുടെ ചുനാ ഗാർഡനിലുള്ള സ്വാമിമാരുണ്ട്, പിന്നെ അഘോരി സന്യാസിമാരുണ്ട്. അവരെ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങാനും നമുക്ക് സാധിക്കും. പിന്നെ ഈ ഉള്ളതിൽ സന്യാസിമാരുണ്ട്. അത്ര വലിയ കഴിവെന്ന് പറഞ്ഞാൽ നമ്മളെ സാമ്പത്തിക കഴിവല്ല കേട്ടോ. നമുക്കിപ്പോൾ നമ്മളെ തലയിൽ കൈ വെച്ചാൽ നമുക്കൊരു വരം കിട്ടുന്നത് പോലെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരോട് ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് നമ്മൾ വരം മേടിക്കുന്നത്. അപ്പോൾ കഴിവുള്ള സന്യാസിമാരുണ്ട്, കഴിവ് കുറഞ്ഞ സന്യാസിമാരുണ്ട്. നമ്മളെ കഴിവുള്ളവരാണെങ്കിലും അവരുടെ കഴിവ് ഒറ്റയടിക്ക് നമുക്ക് പകർന്നു തരില്ല. കുറച്ചൊക്കെ അവർ തരും. നമ്മൾ ഒരു ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അനുഗ്രഹം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അത് എപ്പോഴും നമുക്ക് നല്ലതാണ്. ഇതേപോലെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് പ്രസാദമൊക്കെ വാങ്ങി നമ്മൾ ഇതേപോലെ ലൈനൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് എല്ലാ ഭക്തരും ക്യൂ നിൽക്കുന്നത്. എല്ലാവരും ക്യൂ പാലിക്കുന്നുണ്ട്. ആരും തിക്കും തള്ളും ക്യൂ എത്തിക്കുന്നൊന്നുമില്ല. പക്ഷേ ഒന്നോ രണ്ടോ വ്യക്തികളൊക്കെ ഉണ്ടാവും. എന്നാലും ക്യൂ പരമാവധി ആൾക്കാർ ക്യൂ പാലിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ എല്ലാവരും എല്ലാ പ്രസാദവും വാങ്ങുന്നുണ്ട്. ക്യൂ നിന്നിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ചില ആളുകൾ പറഞ്ഞു കേൾക്കാതൊക്കെ ഓടിപ്പോകുന്നതും ഉണ്ട്. പക്ഷേ ഏതിലുണ്ടാവില്ല ഒന്നോ രണ്ടോ വ്യക്തികളൊക്കെ ക്യൂ നിൽക്കാതൊക്കെ വഴി തെറ്റിപ്പോകുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ അവിടേക്ക് പോകുമ്പോൾ നമ്മളെ 2 ക്യൂ ആയിരുന്നു പരിശോധിച്ച ശേഷം നമ്മൾ മറ്റേ ബോംബ് ഉണ്ടോ നമ്മളൊരു പൊട്ടിത്തെറിക്കുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് കടത്തി വന്നത്. കാര്യം ഇതിൻ്റെ പാലത്തിൻ്റെ 2 ഭാഗത്തും ഇത് വെച്ചിട്ടുണ്ട്. അമ്പലത്തിലേക്ക് കയറുന്ന ഭാഗത്തും ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പുറത്തുനിന്ന് പെട്ടെന്നൊന്നും ഒരു സ്ഥാപനങ്ങളുമായിട്ട് മെല്ലെ തകർക്കാനൊന്നും കയറി പോകാൻ പറ്റില്ല. അത്രയും CRPF പോലീസ് ഭക്തരും എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും നല്ല പോലെ സഹകരിക്കുന്നുണ്ട്. പോലീസുകാരുടെ ഭാഗത്തു നിന്ന് നല്ല സഹകരണമാണ്. പിന്നെ സേവാർത്ഥികളുടെ കാര്യത്തിൽ നിന്ന് നല്ല സഹകരണമാണ്. പിന്നെ എന്താ പറയുക, സേവാഭാരതിയുടെ കാര്യം പിന്നെ പറയണ്ടാവും. 100% അവിടെ നല്ല വൃത്തിയാക്കി പേപ്പറുകളും കാര്യങ്ങളൊക്കെ പെരുക്കി എല്ലാം വൃത്തിയാക്കി അടിച്ചു വാരി ഒക്കെ ചാക്കിലൊക്കെ ആക്കി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഒരു പേപ്പറും ഒരു ഏരിയയിലും ഇല്ല. പല ഭക്തരും അവിടെ പല സ്ഥലത്തും പ്ലാസ്റ്റിക്കും മറ്റു കാര്യങ്ങളൊക്കെ മലിനീകരണമൊക്കെ നിക്ഷേപിച്ചിട്ട് ഇതൊക്കെ അടിച്ചു വാരാനും കുറേ അമ്മമാരും ചേച്ചിമാരും എല്ലാവരും സേവാർത്ഥികൾ ഒരുപാടുണ്ട്. പുരുഷന്മാരായിട്ടും സ്ത്രീകളായിട്ടും ചില ആളുകൾ ലൈനൊക്കെ തെറ്റിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അവർ അതിന് ഫയറൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും അവർ മൈൻഡ് ചെയ്യാതെ ഭക്തരെന്ന് വേറൊന്നും പറയുന്നത്. നിങ്ങൾ ഈ പാലം വലിയ പാലമായതുകൊണ്ട് അത്ര വലിയ സേഫ്റ്റിയും ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവരിത് പറയുന്നത്. അല്ലാതെ നമ്മുടെ സേഫ്റ്റി തകർന്നു പോയാൽ ഇത് തകർന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ അതിന് കാതോർത്ത് നിൽക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, കുംഭമേളയിലെ അതിശക്തമായ മുന്നേറ്റമായിട്ടാണ് കുംഭമേളയിലെ എല്ലാ ഭക്തജനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കുറവായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കേണ്ട ആ മുഹൂർത്തം 8:30 ആണെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ 9 മണിയൊക്കെ ആവും. അപ്പോൾ അത് തുടങ്ങുന്ന വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആൾക്കാർ കുറച്ച് പോകുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കുറവ്. അതുകൊണ്ടാണ് കുറച്ചാളുകൾ ആ മുഹൂർത്ത ടൈം ആവുന്നതിന് മുന്നേ ചില ആളുകളൊക്കെ കുളിച്ച് പോരുന്നുണ്ട്.
പക്ഷേ ചില ആളുകൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്ന ആളുകൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്നതും ഉണ്ട്. അപ്പോൾ എല്ലാവരും കുളിക്കാൻ തന്നെ ആവണമെന്നില്ല. അപ്പുറത്തെ അമ്പലത്തിൽ നിന്ന് ഇവിടേക്ക് വരുന്ന ആളുകളുമുണ്ട്, നാവാമുകുന്ദൻ്റെ അമ്പലത്തിലേക്ക്. അപ്പോൾ ഒരുപാട് ആളുകളുടെ പ്രയത്നമാണ് ഈ താൽക്കാലിക പാലം. താൽക്കാലിക പാലം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഓരോ അധ്വാനമായി നല്ല അധ്വാനമുണ്ട്. ഓരോ കാലും ഈ പുഴയിൽ, ഇത്രയും ഒഴുക്കുള്ള പുഴയിൽ ഉറപ്പിച്ചിട്ട് ഇതേപോലെ പാലം നിർമ്മിക്കാൻ. മിലിറ്ററി മോഡലൊന്നല്ല ഈ പാലം. എന്താ വെച്ചാൽ മനുഷ്യനിർമ്മിതം മാത്രമാണ്. മിലിറ്ററിക്കാർ പറഞ്ഞാൽ കുറേ സാങ്കേതിക വിദ്യ നമുക്ക് ഉണ്ടാവും. ഇതിനത്ര വലിയ സാങ്കേതിക വിദ്യ ഒന്നുമില്ല. ഇവർ പുഴയിലിറങ്ങി ഓരോ ആളുകളും എന്താ പറയുക മാസങ്ങളോളം അധ്വാനിച്ചതിൻ്റെ ഫലമാണ് ഈ പാലം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഈസിയായി നടന്നു പോകുന്നുണ്ട്. പക്ഷെ എത്ര ആളുടെ അധ്വാന ഫലമാണെന്നറിയാം. ഒരുപാട് വ്യക്തികൾ അധ്വാനിച്ച ആ പാലത്തിന് മുകളിലാണ് നമ്മൾ കയറി പോകുന്നത്. അപ്പോൾ അവർക്ക് അത് തകർന്നു പോകുമ്പോൾ അവർക്ക് വേദനിക്കും. ആ വേദന ഇല്ലാതിരിക്കാനാണ് അവർ നമ്മളെ നിയന്ത്രിക്കുന്നത്. നമ്മൾ അവരോട് ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അവരുടെ മാസക്കണക്കിനുള്ള പ്രയത്നമാണ് കഴങ്ങും കാര്യമായിട്ടാണ്. പിന്നെ ഇരുമ്പിൻ്റെതൊക്കെ കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും ഏറ്റവും കൂടുതൽ കഴങ്ങും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് പുഴയിൽ കുഴിച്ചിട്ട സംഭവമാണ്. അപ്പോൾ അത് എന്തെങ്കിലും കാരണവശാൽ സംഭവിച്ചു കഴിഞ്ഞാൽ, UP-യിലൊക്കെ ഞാൻ പോയ സമയത്ത് അവിടെയൊക്കെ ഇരുമ്പിൻ്റെ നല്ല വലിയ നമ്മളെ പെട്രോൾ ടാങ്കിൻ്റെ മറ്റേ ഗ്യാസ് സിലിണ്ടറിൻ്റെ മറ്റേ വണ്ടിയൊക്കെ പോകുന്നതില്ലേ ഗ്യാസിൻ്റെ, അതേപോലത്തെ കണ്ടെയ്നറിൻ്റെ അതേപോലത്തെ ടാങ്കുകൾ ഒരു 10-50 വെച്ചിട്ടാണ് ഒരു പാലം നിർമ്മിച്ചത്. അപ്പോൾ ഒരു കാരണവശാലും അത് വെള്ളത്തിന് മുകളിലാണ് നിൽക്കുക എന്നല്ലാതെ അത് ഒഴുകിപ്പോയില്ല. വലിയ വടം കെട്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് അതൊക്കെ. അപ്പോൾ അതൊരു എത്ര വലിയ ലോഡുള്ളൊരു വാഹനം അതിൻ്റെ മുകളിൽ കൂടെ പോയാലും അത് താഴ്ന്നു പോയില്ല. നമ്മളെ ഗ്യാസിൻ്റെ ആ വലിയ സിലിണ്ടറിൻ്റെ പോലത്തെ സിലിണ്ടറാണ് UP-യിലെ കുമ്പമേളയ്ക്ക് ഞാൻ പോയപ്പോൾ അവിടുത്തെ റോഡുകളിൽ കംപ്ലീറ്റുള്ള അതേപോലത്തെ വലിയ ടാങ്കുകൾ വെച്ചിട്ടാണ് അവിടുത്തെ പാലം നിർമ്മിച്ചത്. എന്നിട്ട് അങ്ങനെ ഇരുമ്പിൻ്റെ പ്ലേറ്റാണ് ഇട്ടിരിക്കുന്നത്. നല്ല ഇരുമ്പിൻ്റെ പ്ലേറ്റ് ഇട്ടിട്ടാണ് അവിടെ ഈ പാലങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അവിടുത്തെ പാലം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാലും ഇവിടുത്തെ പാലും ഒരു രാവും